ഹലോ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം പോയതൊരു ഷോപ്പിങ്ങിനാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊല്ലം കടപ്പാക്കടയിലുള്ള സുഡിയോയിൽ കയറി. സുഡിയോയിലും ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊല്ലം ബീച്ചിലേക്കാണ് പോയത്. കൊല്ലം ബീച്ചിൽ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും അവിടെ ഒരു പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും തീരമൊക്കെ വളരെ കുറവാണ്. കാരണം കടൽ ഭയങ്കര ശക്തമായിട്ടുള്ള കടലായിരുന്നു. പിന്നെ ഞങ്ങളും അവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. ഒരു ഈവനിങ് ടൈമിലാണ് പോയത്. അപ്പോൾ അത് കാരണം ചെറിയൊരു വെയിലുണ്ടായിരുന്നു. പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ ആ ചെറിയൊരു വെയിലിനും. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് പിള്ളേർക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ ടൈം കിട്ടി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതെൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തങ്കശ്ശേരിയിലുള്ള ബ്രേക്ക് വാട്ടർ ടൂറിസം എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. എൻട്രി പാസ് ഉണ്ട്, പിന്നെ അതുപോലെ കാർ പാർക്കിംഗ് ഫീയും കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തോട്ട് പോയപ്പം ദേവ് സ്നാക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കോഫി കുടിച്ചു. ഇത് ഹാർബറിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. എങ്കിലും നല്ല വൃത്തിയും നല്ല സമാധാനമുള്ളൊരു സ്ഥലം പോലെ തോന്നിയത്. കാരണം വലിയ ബഹളമൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഹാർബർ ഏരിയ ആയതുകൊണ്ട് നിറയെ ഫിഷ് ബോട്ട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് തിരിയാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിള്ളേർ ഇതിനകത്തൊക്കെ കയറി കളിച്ച് കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുലിമുട്ടിൻ്റെ ഭാഗത്തോട്ട് കയറി. അപ്പോൾ അവിടെയും നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഈ കടൽ വന്ന് അടിക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ നിൽക്കുമ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ കാണാം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.